ഈ വാൾസിംഗാമിൽ ഈശോ നമുക്ക് നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ സാധിക്കുന്നതിൽ നിങ്ങളെല്ലാവരോടും ചേർന്ന് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിക്കുന്നതിൽ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നമ്മുടെ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥനയോടെ ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും തീർത്ഥാടകരാണെന്ന് ഓർത്തുകൊണ്ട് ഈ വാൾസിംഗാമിലേക്ക് നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നു. നമ്മുടെ രൂപത ഇപ്പോൾ ഏകദേശം 80ഓളം വൈദികരുടെ ശുശ്രൂഷയിലാണ്. ആ വൈദികരുടെ പ്രതിനിധികളോടൊപ്പം അതുപോലെ നിങ്ങളെല്ലാവരോടും ഒപ്പം നമ്മുടെ പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിങ്കലാണ്. പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിങ്കലാണ് എല്ലാവരും തങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത്. നമ്മൾ മുഖ്യദൂതന്മാരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: സകല സ്വർഗവാസികളോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ സ്തുതികൾ മറിയത്തിൻ്റെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നുവെന്ന്. സഭയുടെ വലിയ ഒരു ദർശനമാണ് പരിശുദ്ധ അമ്മയുടെ ആ വലിയ സ്ഥാനത്തെക്കുറിച്ചുള്ളത്. നമുക്കും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഔന്നത്യത്തെക്കുറിച്ചുള്ള വലിയ ധാരണ ഉള്ളവരാണ്. പ്രത്യേകിച്ചും സിറോ മലബാർ സഭ പരിശുദ്ധ അമ്മയെ വളരെയേറെ സ്വന്തമാക്കി ചേർത്ത് നിർത്തുന്ന, അമ്മയുടെ കൂട്ടായ്മയിൽ ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന സഭയാണ്. അമ്മയോട് ചേർന്ന് വചനം കേൾക്കുന്നു, അമ്മയോട് ചേർന്ന് വചനം ധ്യാനിക്കുന്നു, അമ്മയോട് ചേർന്ന് വചനം ജീവിക്കുന്നു. അവസാനം അമ്മയോടൊപ്പം നിത്യാനന്ദത്തിൽ ആയിരിക്കണം. ഇതെല്ലാം സഭയുടെ പ്രാർത്ഥനകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട അനനേച്ചൻ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രൂപത 10 വർഷം പൂർത്തിയാക്കുന്നു. മിനിങ്ങാന്ന് ജൂലൈ 16-ാം തീയതിയാണ് 2016 ഫ്രാൻസിസ് പാപ്പ നമ്മുടെ രൂപത സ്ഥാപിച്ചുകൊണ്ട് ഒപ്പുവെച്ചത്. 10 വർഷങ്ങളിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയുകയാണ്. പൗലോസ്ലീഹ പറയും, പൗലോസ് നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ വളർത്തുന്നത് ദൈവമാണ്. അപ്പോൾ നടുകയും നനയ്ക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മയിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. എന്നാൽ വളർത്താനായിട്ട് ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ രൂപതയെ കർത്താവ് വളർത്തുകയാണ്. വളർത്തുന്നവരിലാണ് നമ്മൾ പ്രത്യേകമായിട്ട് വിശ്വസിക്കുന്നത്. നമ്മളെ വളർത്തിയ കർത്താവിന് നമ്മൾ നന്ദി പറയുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 80-ലധികം വൈദികർ ഇന്ന് ഈ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. എന്നുവെച്ചാൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹങ്ങളെ കർത്താവ് വളർത്തുകയാണ്. 9 ഇടവകളാണ് ആകണമെങ്കിൽ സ്വന്തമായിട്ട് ദേവാലയങ്ങളും സ്വന്തമായിട്ട് വൈദിക മന്ദിരവും ഉള്ളപ്പോഴാണ് ഒരു സമൂഹം നമ്മുടെ ഒരു പ്രപ്പോസ് മിഷൻ ഇടവകയായിട്ട് മാറുന്നത്. ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മുടെ സമൂഹങ്ങളെ കൈപിടിച്ച് വളർത്തുകയാണ്. ഈശോയുടെ കൈപിടിച്ച് നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും ഒക്കെ നടന്നതുപോലെ നമ്മളും ഈശോയുടെ കൈ പിടിച്ച് നടക്കുകയാണ് പരിശുദ്ധ അമ്മയോടും യോസേപ്പിതാവിനോടും ഒപ്പം. അതുപോലെ തന്നെ നമുക്ക് ദൈവവിളികൾ കർത്താവ് തരികയാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ വിശ്വസ്തരായിട്ട് പരിഗണിക്കുന്നത് കൊണ്ടാണ് പൗരോഹിത്യത്തിലേക്കും സമർപ്പണത്തിലേക്കുമൊക്കെ കൂടുതലായിട്ട് ദൈവവിളികൾ കർത്താവ് തരുന്നു. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടനത്തിന് ശേഷം നമ്മുടെ രൂപതയിൽ 2 ശംശാനമാരെ പുരോഹിതന്മാരായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ടുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി. അതുപോലെ തന്നെ ഒരു സമർപ്പിത
ഈ രൂപതയിൽ സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷനിലെ അംഗമായിട്ട് വിശ്വാസ പ്രഖ്യാപനം, അതുപോലെ തന്നെ സമ്പൂർണമായിട്ടുള്ള സമർപ്പണം നടത്തിയ ഒരു പെൺകുട്ടി, ഒരു സിസ്റ്റർ നമ്മുടെ രൂപതയിൽ ഇപ്പോഴുണ്ട് എന്നുള്ളതും നമുക്ക് നന്ദിയോടെ ഓർക്കാം. പൗരോഹിത്യത്തിലേക്കും സമർപ്പണ ജീവിതത്തിലേക്കും അതുപോലെ തന്നെ വിവാഹം എന്ന ഉദാശയിലേക്കുമൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെ വിളിക്കുന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിങ്കലായിരിക്കുമ്പോൾ, അമ്മയുടെ കരം പിടിച്ച് നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ആവശ്യമുണ്ട്. നമ്മുടെ രൂപത സംരക്ഷിക്കപ്പെട്ടു. കഴിഞ്ഞ 10 വർഷക്കാലങ്ങളിൽ രൂപത സംരക്ഷിക്കപ്പെട്ടു. അതുപോലെ തന്നെ രൂപതയെ വളർത്തി. അതിലെല്ലാം നമ്മൾ ഒന്ന് ചേർന്ന് നന്ദി പറയുകയാണ്. ഗ്രീക്ക് ഭാഷയിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത് യുക്കറിസ്റ്റിക് സെലിബ്രേഷൻ എന്നാണ്. യുക്കരിസ്തോ എന്നുള്ള ഗ്രീക്ക് പദം, അതിൻ്റെ അർത്ഥം ഐ ഗീവ് യു താങ്ക്സ് എന്നാണ്. വി ഗീവ് യു താങ്ക്സ്. നമ്മൾ കർത്താവിന് നന്ദി പറയുകയാണ്. യുക്രിസ്റ്റിക് സെലിബ്രേഷനാണ് നമ്മൾ നടത്തുന്നത്. അതുപോലെ സുറിയാനി ഭാഷയിലാണ് കുർബാന എന്ന് പറയുന്നത്. അത് സമ്പൂർണമായിട്ടുള്ള സമർപ്പണമാണ്. നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് സമർപ്പിക്കുന്നത്? ഇന്ന് പ്രഭാതത്തിൽ 9:30 പ്രാർത്ഥനയോടെ നമ്മൾ നമ്മുടെ ശുശ്രൂഷ ആരംഭിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാനയെ നമ്മൾ ആരാധിച്ചു. വിശുദ്ധ കുർബാനയെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ കർത്താവായ ഈശോ മിശിഹായെ നമ്മൾ ആരാധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ കുർബാന കരങ്ങളിലെടുത്തിട്ട് പുരോഹിതന് പ്രകാരമാണ് കുർബാനയെ നോക്കി പ്രാർത്ഥിക്കുന്നത്. അത് കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മൾ രാവിലെ 9:30 പ്രാർത്ഥന, തുടർന്ന് 10:15 വരെ നമ്മൾ ഈശോയെ ആരാധിച്ചു. തുടർന്ന് ബഹുമാനപ്പെട്ട ആനണീയച്ചൻ്റെ മരിയൻ പ്രഭാഷണമുണ്ടായിരുന്നു. ആ മരിയൻ പ്രഭാഷണത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് യോഹന്നാൻ കുരിശിൻ ചുവട്ടിൽ വെച്ച് ഈശോ തൻ്റെ അമ്മയെ നമുക്കെല്ലാവർക്കും അമ്മയായി നൽകിയപ്പോൾ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു, എന്തിനാണ് പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്: പിതാവേ, ഞാൻ നിന്നില്, നീ എന്നില്, അതുപോലെ അവരെല്ലാവരും ഒന്നായിട്ട് തീരണം. സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: കർത്താവേ, എപ്പോഴും പ്രവേശിക്കാനായിട്ട് അങ്ങൻ്റെ ഭവനമായിരിക്കണമേ എന്ന്. എപ്പോഴും പ്രവേശിക്കാനായിട്ട് കർത്താവേ അങ്ങൻ്റെ ഭവനമായിരിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിൽ വസിക്കുക എന്നുള്ളതാണ്. പുത്രൻ എങ്ങനെയാണോ പിതാവിൽ വസിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളെല്ലാവരും പിതാവിൽ വസിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് സമർപ്പിക്കുന്നത് നമ്മളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം വസിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്: ഞാൻ അവരില്, അവരെന്നില്, പിതാവ് പുത്രനില്, പുത്രൻ പിതാവില്. അപ്പോഴ് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ വരുമ്പോൾ ആത്യന്തികമായിട്ട് സംഭവിക്കേണ്ടത് നമ്മളെല്ലാവരും
പരിശുദ്ധ അമ്മയെപ്പോലെ വചനം കേൾക്കുന്നു. വചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധ അമ്മയെപ്പോലെ നൈർമല്യവും വിശുദ്ധിയുമുള്ളവരായിരിക്കണം. നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം അത് വചനം തന്നെയാണ്. ആ വചനം നമ്മെ ഓരോ ദിവസവും വിശുദ്ധീകരിക്കുകയാണ്. നമ്മളിത് കേൾക്കുന്ന മറിയം കേട്ട ആ മംഗളവാർത്ത എന്താണ്? നീ കർത്താവ് നിന്നോട് കൂടെ. അതാണ് മറിയം കേൾക്കുന്നത്. കർത്താവ് നിന്നോട് കൂടെ. നമ്മൾ കുർബാനയിൽ നമ്മൾ കേൾക്കും, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും റൂഹാദ് ഖുദ്സായുടെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പം മറിയം കേട്ടതുപോലെ തന്നെയാണ് നമ്മളും കേൾക്കുന്നത്. കുർബാന ചെയ്ത് തൊട്ടു മുമ്പായിട്ട് നമ്മൾ കേൾക്കുന്ന, നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് എന്താണ്? നീ ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ്. അതേ കാര്യം തന്നെയാണ് ഓരോ കുർബാനയിലും സംഭവിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ വാൾസിംഗാമിൽ നമ്മളായിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ രൂപതയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ മക്കളായിട്ടുള്ളവരാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഞാനിന്ന് ഈ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ പ്രത്യേകിച്ചും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള മറിയത്തിൻ്റെ ഓർമ്മയുടെ, പൊതുവായിട്ടുള്ള പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഓർമ്മയുടെ ആ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവിന് ശേഷം ചെല്ലുന്ന നമ്മുടെ പ്രാർത്ഥന പ്രകാരമാണ്: മിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനു മുമ്പ് ഞാനിവിടെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ലഭിക്കുന്നത്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവർഗത്തിൻ്റെ നവീകരണത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്കും നന്ദി പറയുന്നു. അപ്പോൾ ഈശോയുടെ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ നവീകരിക്കുകയും രക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രക്ഷ എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോഡ്സ് യൂണിയൻ വിത്ത് മെൻ എന്നാണ്. ദൈവത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള ഐക്യം മനുഷ്യവർഗത്തിന് കൈവരുത്തുക എന്നുള്ളതാണ് ഈശോയുടെ ദൗത്യം, രക്ഷ. എന്നാൽ മറിയത്തിൻ്റെ ദൗത്യം എന്താണ്? മിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ റോമിൽ ആയിരുന്ന അവസരത്തിൽ 2013-2016 അവസരത്തിൽ അന്ന് ഫ്രാൻസിസ് പാപ്പായാണ് പത്രോസിൻ്റെ സിംഹാസനത്തിൽ റോമിൽ മാർപ്പാപ്പ ആയിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കൽ പാപ്പ ഇങ്ങനെ പ്രസംഗിച്ചു. ഞാനും ആ ഒരു മീറ്റിങ്ങിൽ സന്നിഹിതനായിരുന്നു. മറിയത്തെ മാതാവായി സ്വീകരിക്കാത്ത ഓരോ വ്യക്തിക്കും അമ്മായിയമ്മയുടെ അനുഭവം ഉണ്ടാകുമെന്ന് പാപ്പ പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് അന്ന് ശരിക്കും മനസ്സിലായില്ല. സ്ത്രീകളൊക്കെ ചിരിക്കുന്നുണ്ട്, ഇങ്ങനെ മരുമക്കളായിട്ടുള്ളവരൊക്കെ ചിരിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തെ അമ്മയായിട്ട് സ്വീകരിക്കാത്ത ഓരോ വ്യക്തിക്കും സ്വസ്ഥതയുണ്ടാകില്ല എന്നാണ് പാപ്പ പറയുന്നത്. ഈശോ കുരിശിൽ വെച്ച് തൻ്റെ അമ്മയെ നമ്മുടെ എല്ലാവരുടെയും അമ്മയായിട്ട് നൽകുകയാണ്. ഓരോരുത്തരുടെയും അമ്മയായിട്ട് നൽകുകയാണ്. നമ്മൾ ആത്മശോധന ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്: മറിയത്തെ അമ്മയായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? കത്തോലിക്ക സഭ അടുത്ത കാലത്ത് വളരെ വ്യക്തമായിട്ട് മറിയത്തിൻ്റെ സ്ഥാനം നിർവചിച്ചിട്ടുണ്ട്. മാത്തർ പോപ്പുളി ഫിദേലിസ്, വിശ്വസ്തമായിട്ടുള്ള ജനതയുടെ അമ്മ എന്നുള്ള കാര്യമാണ്. മറിയത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് അമ്മയുടെ ദൗത്യമാണ്. ഈ ഒരു സുഹൃത ജപത്തിലൂടെ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ പൂർണ്ണമായിട്ട് ഈശോയുടേതാക്കി മാറ്റണമേ. മറിയത്തിൻ്റെ ദൗത്യം അതാണ്.
എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഞങ്ങളെ പൂർണ്ണമായിട്ടും ഈശോയുടേതാക്കി മാറ്റണമേ. അപ്പോൾ മറിയത്തിൻ്റെ ദൗത്യം അമ്മയുടെ ദൗത്യമാണ്. ദൈവം പോലും മറിയത്തെ അമ്മയായിട്ട് സ്വീകരിച്ചു. ആ അമ്മയാണ് ശിശുവായി തീർന്ന ദൈവത്തിന് വാസസ്ഥലമായത്. അതുപോലെ തന്നെ ശിശുവായി തീർന്ന സർവശക്തനായ ദൈവത്തെ മനുഷ്യനെന്ന നിലയിൽ വളർത്തുന്നത് മറിയമാണ്. അതുകൊണ്ട് തന്നെ മറിയത്തെ അമ്മയായി സ്വീകരിക്കാത്ത ഓരോ വ്യക്തിക്കും വളർച്ചയുടെ കുറവുണ്ടാവും, പൂർണ്ണമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈശോ പറഞ്ഞതുപോലെ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും മറിയത്തെ അമ്മയായിട്ട് സ്വീകരിക്കണം. ഒരിക്കൽ കൂടി ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. കുരിശിൽ വെച്ച് ഈശോ നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും തൻ്റെ അമ്മയെ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി നൽകി. ആ അമ്മയെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ സ്വസ്ഥതയുണ്ടാവില്ല, സന്തോഷമുണ്ടാവില്ല. അഗസ്തീനോസ് പറഞ്ഞതുപോലെ നിന്നിലെത്തി വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ആന്തരികതയും എൻ്റെ ആത്മാവുമെല്ലാം അസ്വസ്ഥയാണ്. മംഗളവാർത്ത കേട്ടതിന് ശേഷം ആദ്യമായിട്ട് മറിയം സന്ദർശിക്കുന്നത് സക്രിയായുടെ ഭവനമാണ്. ആ ഭവനത്തിൽ മാതാവിൻ്റെ സന്ദർശനത്തിലൂടെ വരുന്ന മാറ്റം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മറിയം അഭിവാദനം ചെയ്യുകയാണ് എലീശുവായെ മറിയം അഭിവാദനം ചെയ്യുമ്പോൾ എലീശുവായുടെ ഉദരത്തിലുള്ള യോഹന്നാൻ മംദാന റൂഹാദ് ഖുശാ കൊണ്ട് നിറയുകയാണ്, സന്തോഷം കൊണ്ട് കുതിച്ചു ചാടുകയാണ്. പിന്നീട് എലീശുവ റൂഹാദ് ഖുശാ കൊണ്ട് നിറയുകയാണ്. പിന്നെ പറയുന്നത് എന്താണ്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് അവിടെ നിന്ന്. മംഗളവാർത്ത കേട്ടതിൻ്റെ തൊട്ടു പിന്നാലെ മറിയത്തെക്കുറിച്ച് പറയുന്നതാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കാണുകയാണ്, യോഹന്നാൻ മംദാന ജനിച്ച് കഴിഞ്ഞ ശേഷം യോഹന്നാൻ എന്ന പേര് ഇടാനായിട്ട് സക്കറിയ തയ്യാറാകുമ്പോൾ സക്കറിയായും റൂഹാദ് ഖുശാ കൊണ്ട് നിറയുകയാണ്. ഒരു കുടുംബം മുഴുവൻ റൂഹാദ് ഖുശാ കൊണ്ട് നിറയുന്ന ഒരു കാര്യമാണ് മറിയത്തിൻ്റെ സന്ദർശനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും എനിക്ക് വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ കൂട്ടായ്മകളുടെ ലീഡേഴ്സുമായിട്ട് സംസാരിക്കുമ്പോഴാണ്. നമ്മുടെ ഇടവകളുടെ, നമ്മുടെ മിഷൻ്റെ, നമ്മുടെ പ്രപ്പോസ്ഡ് മിഷൻ്റെ ലീഡേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവില്ലാത്ത രീതിയിൽ നമ്മുടെ പല ലീഡേഴ്സും സംസാരിക്കുകയാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ പറയുകയാണ്. ഇല്ലെങ്കിൽ ആളുകളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, അച്ഛനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെയാണ് നമ്മുടെ പല ലീഡേഴ്സും സംസാരിക്കുന്നത്. ലയോ 14 പാപ്പായുടെ ആദ്യത്തെ ചാക്രലേഖനം മഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ്, മാഗ്നിഫിസന്റ് ഹ്യൂമാനിറ്റി, മഹത്തായ മനുഷ്യത്വം, ആ ചാക്രലേഖനത്തില് മറിയത്തെ പാപ്പ വിളിക്കുന്നത് പ്രവാചിക എന്നാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ കന്യകാമറിയം അവളുടെ എല്ലാ പ്രതിസന്ധികളിലും അവള് ആത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുകയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമ്മുടെ രൂപതയിൽ പരിശുദ്ധ അമ്മയെപ്പോലുള്ള പ്രവാചകന്മാരും ഉണ്ടാവണം. പ്രതിസന്ധികളുണ്ട്. നമ്മൾ ബാഹ്യമായ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പ്രതിസന്ധികളുണ്ട്. പക്ഷേ അമ്മയെപ്പോലെ ആത്മാവ് നിറഞ്ഞ് സംസാരിക്കാനായിട്ട് സാധിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ മാതാപിതാക്കൾ നിലയിൽ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി സംസാരിക്കണം. ഇപ്പോൾ നിങ്ങളെ അനുസരിക്കാത്തവരായിരിക്കാം, പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം, വചനം വായിക്കാൻ പറ്റാത്തവരായിരിക്കാം.
പക്ഷേ സഖറിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് കുഞ്ഞിനെ നോക്കി ഇങ്ങനെയാണ് പറയുന്നത്, നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഖറിയായെ പോലെ ആത്മാവ് നിറഞ്ഞ വ്യക്തികളായിരിക്കണം. പരിശുദ്ധ അമ്മയെ പോലെ പ്രവാചകന്മാരുമായിരിക്കണം നമ്മുടെ രൂപതയിലെ അമ്മമാരും അപ്പന്മാരും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഇതിനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും കൂടെ നമ്മൾ ഓർക്കണം. എലീശുവ പോലും അവരുടെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്. നമ്മുടെ രൂപതയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ഇതുപോലെ ആകട്ടെ. അതുപോലെ തന്നെ ഓരോ കുഞ്ഞിനെയും നോക്കി ഓരോ മാതാവും ഓരോ പിതാവും പറയട്ടെ, നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകനായിരിക്കും. പാപമോചനം വഴിയുള്ള രക്ഷ എല്ലാവരോടും അറിയിക്കുക എന്ന ദൗത്യമായിരുന്നു യോഹന്നാൻ മംദാനായുടേത്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. പാപമോചനം വഴിയുള്ള രക്ഷ, ആ രക്ഷയാണ് നമ്മൾ അനുഭവിക്കുന്നത്. പാപമോചനം വഴിയുള്ള രക്ഷ, ആ രക്ഷ അനുഭവിക്കുന്നവരായിട്ട് സന്തോഷമുള്ളവരായിട്ട് മാറാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരും മറിയത്തിൻ്റെ, ഈശോയുടെ അമ്മയുടെ, തിരുസഭയുടെ അമ്മയുടെ, ഓരോരുത്തരുടെ അമ്മയായ മറിയത്തിൻ്റെ തൃപാദത്തിങ്കൽ വന്ന് അമ്മ എങ്ങനെയാണോ ഈശോയുടെ ഭവനമായി തീർന്നത്, എങ്ങനെയാണോ അമ്മ സ്വർഗത്തിൽ പിതാവിൽ വസിക്കുന്നത്, അതുപോലെ ഉള്ള ഒരു ജീവിതം നയിക്കാനായിട്ടുള്ള വലിയ കൃപ നമുക്കെല്ലാവർക്കും വേണ്ടി ചോദിച്ചു വാങ്ങാം. ഇത് സംഘടിപ്പിക്കുന്ന അരുണേശനെയും അതുപോലെ തന്നെ ജനുവച്ചനെയും അച്ഛൻ്റെ ഒപ്പമുള്ള ടീമിനെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇത് നമുക്കറിയാം, ഒരു പാത്രം ജലം ഈശോയുടെ ശിഷ്യ നിലയിൽ കൊടുത്തു കഴിയുമ്പോൾ അതിനെല്ലാം പ്രതിഫലം നൽകുന്നവനിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ തീർത്ഥാടനം സംഘടിപ്പിക്കാനായിട്ട് കഷ്ടപ്പെട്ട എല്ലാവർക്കും ആത്യന്തികമായ പ്രതിഫലം അത് പ്രകാശത്തിൽ ദൈവത്തിൽ വസിക്കുക എന്നുള്ള കാര്യമാണ്. പ്രകാശം നമ്മളിൽ വസിക്കുന്നു എന്നുള്ള ആ കാര്യമാണ് നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശംശയുടെ കൃപാവരത്തിൻ്റെ പൂർണ്ണത നമുക്കെല്ലാവർക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും ദമ്പതികൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സമൂഹങ്ങൾക്കെല്ലാം